എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ത്രികോണത്തിലെ അസമതകൾ. അതായത് നമുക്ക് വശങ്ങളുടെ അല്ലെങ്കിൽ കോണുകളുടെ പ്രത്യേകതകൾ. വശങ്ങൾ തുല്യമാണെങ്കിൽ 3 വശങ്ങൾ തുല്യം, 2 വശങ്ങൾ തുല്യമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. വശങ്ങളുടെ അളവുകൾ 3 വ്യത്യസ്തം അല്ലെങ്കിൽ കോണുകൾ 3 വ്യത്യസ്തമാണെങ്കിൽ അതിന്റെ പ്രത്യേകതകളൊക്കെ പറയാൻ പറ്റും. നമുക്കിവിടെ നോക്കാം. 2 വശങ്ങളും തുല്യമായ ത്രികോണത്തിന്റെ പേരാണ് സമപാർശ്വ ത്രികോണം. അല്ലെ, നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ഒരേ വലിപ്പമാണെങ്കിൽ അതിന്റെ പേര് സമപാർശ്വ ത്രികോണം. അങ്ങനെ ഇത് രണ്ടും ഒരേ വലിപ്പമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാവും. ഇതിനെതിരെയുള്ള കോണും ഇതിനെതിരെയുള്ള കോണും തുല്യമാവും. ഇത് 7 സെന്റിമീറ്ററുകളാണ് കിട്ടുന്നത്. ഇതൊരു 4. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ ഈ 2 കോണുകൾ തുല്യമായി നമുക്കറിയാം അല്ലെ. ഇതൊരു 80 ഡിഗ്രി വീതം. 160 40 വരുന്നത്, ബാക്കി 20. 2 വശങ്ങൾ തുല്യമാണെങ്കിൽ 2 കോണുകൾ തുല്യമാണ്. തിരിച്ചു പറയാം, 2 കോണുകൾ തുല്യമാണെങ്കിൽ 2 വശങ്ങൾ തുല്യമാണ്. ഇനി ഒരു ത്രികോണം അതിന്റെ 3 വശങ്ങളും ഒരേ വലിപ്പമാണ്, 6 സെന്റിമീറ്റർ വീതമാണ്. ഇതൊക്കെ തുല്യമാണ്. 2 എണ്ണം തുല്യമായാൽ തന്നെ 2 കോൺ തുല്യം. ഇത് 2 തുല്യമായി ഈ 2 കോൺ തുല്യം. ഇത് 2 തുല്യമാണ്, അപ്പൊ ഈ 2 കോൺ തുല്യം. ഇത് 2 തുല്യമാണ്, ഈ കോണുകൾ തുല്യം. എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും ഈ 3 കോണുകൾ തുല്യമായിരിക്കും. 3 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിന്റെ 3 കോണുകൾ തുല്യമാവും. അങ്ങനെയുള്ള ത്രികോണത്തിന്റെ പേരാണ് സമഭുജ ത്രികോണം. 3 കോണും കൂട്ടിയാൽ 180 ആണ്. അപ്പോ ഈ കോണുകളൊക്കെ 180/3 3 തുല്യ ഭാഗമാകുമ്പോ 60 60 60 അല്ലെ. ഇത് ഫിക്സ്ഡ് ആണ്. സമഭുജ ത്രികോണങ്ങളുടെ കോണുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് 60 ഡിഗ്രി. സമപാർശ്വ ത്രികോണം അങ്ങനെ വന്നു. ഈ 7 വശം 7 തുല്യം എന്നേ ഉള്ളൂ. ഇത് ചിലപ്പോ 70 70 ആകാം, അത് ബാക്കി വരും. ഇത് ചിലപ്പോ 48 48 ബാക്കി വരും. ചിലപ്പോ 85 85 ആകാം. അങ്ങനെ ഈ 2 കോണുകൾ തുല്യം. എത്ര ഡിഗ്രി വരണില്ല. ഇത് 3 കോണുകൾ തുല്യമാകും. അതുകൊണ്ട് ഫിക്സഡ് ആണ്. നമുക്ക് പറയാം 60 ഡിഗ്രി. ഇത് സമഭുജ ത്രികോണം. എല്ലാ വശങ്ങളും തുല്യം, എല്ലാ കോണുകളും തുല്യം. ഇത് സമപാർശ്വ ത്രികോണം. 2 വശം തുല്യം, 2 കോണുകൾ. എന്നാൽ അസമതകളാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് ഇവിടെ തന്നെ പറയാം. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ കോണ്? ഇതിൽ ഏതെങ്കിലും വലുതോ ചെറുതോ തുല്യമല്ലേ? കോണുകൾ വലുതാണെങ്കിൽ അതിനെതിരെ വരുന്ന വശങ്ങൾ വലുതാവും. അല്ലെങ്കിൽ വശങ്ങൾ വലുത് അല്ലെങ്കിൽ കോണുകൾ വലുത്. ഇത് 3 ഒരേ വലിപ്പമുള്ള കോണാണ്. അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള വശങ്ങളാണ്. വശങ്ങളുടെ നീളം തുല്യ, കോണുകൾ തുല്യം. ഇവിടെ ഇത് 2ഉം വലുതാണ് അല്ലെ. അതുകൊണ്ട് ഇതിനെതിരെ വരുന്ന കോണുകൾ 2ഉം വലുതായിരിക്കും. ഇതാണ് ഏറ്റവും ചെറിയ വശം, ഏറ്റവും ചെറിയ കോൺ. വലിയ വശത്തിനെതിരെ ഉള്ളത് വലിയ കോൺ, ചെറിയ വശത്തിനെതിരെ ചെറിയ കോൺ. മറിച്ചു പറയാം. ഈ ത്രികോണം XYZ ഇതിൽ ഏറ്റവും ചെറുതാണ് അല്ലെ. ഇതിനേക്കാൾ കുറച്ച് വലുതാണ്, അതിനേക്കാൾ കുറച്ച് വലുതാണ് അല്ലെ. ഏറ്റവും ചെറിയ വശം അതിനേക്കാൾ വലുത്, അതിലും വലുത്. എങ്കിൽ നമുക്ക് പറയാം ഏറ്റവും ചെറിയ വശമാണിത്, അതിനെതിരെയുള്ള കോൺ. ഇതായിരിക്കും ഏറ്റവും ചെറിയ കോൺ. 3 കോണുകളിൽ കൂട്ടിയാൽ 180 കിട്ടുന്ന 3 സംഖ്യകളല്ലേ, അതിൽ ഏറ്റവും ചെറിയ കോൺ തരും. ഇതിനേക്കാൾ വലിയ വശമല്ലേ ഇത്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് വലിയ കോണാണ് കൂടി ഉണ്ടാവും. ഏറ്റവും വലിയ വശം ഇതാണ്, അതുകൊണ്ട് ഏറ്റവും വലിയ കോൺ ഇതാണ്. തിരിച്ചു പറയാം, 3 കോണുകൾ അറിയുമെങ്കിൽ ഏറ്റവും വലിയ കോൺ എതിരെയുള്ളത് ഏറ്റവും വലിയ വശം. ഇവിടെ നോക്കുന്നത് ഒരു മട്ടത്രികോണം. മട്ടത്രികോണത്തിന് എപ്പോഴും നമുക്ക് പറയാം മട്ടകോൺ 90 ഡിഗ്രി. അതാണ് ഓപ്പോസിറ്റ് കർണം. കർണമാണ് ഏറ്റവും വലിയ വശം എന്ന് പറയാനുള്ള കാരണം ഒരു മട്ടത്രികോണത്തിൽ എന്തായാലും 90 ഡിഗ്രി ഉണ്ടാവും. മാത്രല്ല 90 അല്ലാത്ത ബാക്കി 2 കോണ് കൂട്ടിയാലേ 90 ആവും. ഇത് 3 കൂട്ടിയാൽ 180 അല്ലേ. 3 കോണ് കൂട്ടിയാൽ 180. അതിൽ ഒരു കോൺ മാത്രം 90. അപ്പൊ ഈ 2 കോണും കൂട്ടി എത്രയും മറ്റേ 90. 180ന്റെ പകുതി 90 ഇവരെടുക്കും. ബാക്കി വരുന്ന പകുതിയില്ലേ, അത് ഇവരുടെ തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് 2 കൂട്ടിയാലേ 90 ആകും. എന്ന് പറഞ്ഞാൽ ഇത് 2ഉം 90നേക്കാൾ ചെറിയ കോണുകളാണ്. അപ്പോൾ ഏതൊരു മട്ടത്രികോണത്തിലും ഒരു കോൺ 90 ആയിരിക്കും. മാത്രമല്ല മറ്റു 2 കോണുകള് 90 ഡിഗ്രിയേക്കാൾ കുറവാകും. കാരണം അത് കൂട്ടിയാലേ 90 ആകും. അപ്പോ ഏറ്റവും വലിയ കോൺ 90 ആണ്. അതുകൊണ്ട് ഏറ്റവും വലിയ വശം കർണമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം കർണമാണ്. ഇതാണ് ഏറ്റവും ചെറിയ വശം, അതുകൊണ്ട് ഇത് ഏറ്റവും ചെറിയ കോണാണ്. ഇതാണ് രണ്ടാമത്. ഇത് അതിനനുസരിച്ച് ഓക്കെ നോക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോണാണ് ബൃഹത് കോൺ, ന്യൂനകോൺ, മട്ടകോൺ ഒക്കെ പറഞ്ഞല്ലേ. 90 ഡിഗ്രി എന്നത് മട്ടകോൺ, 90നേക്കാൾ കുറവാണെങ്കിൽ ന്യൂനകോൺ, 90ൽ കൂടുതലെങ്കിൽ ബൃഹത്.
നോക്കാം. ഇത് 115 ഡിഗ്രിയാണ്. ഇതായിരിക്കും ഓപ്പോസിറ്റ് ഇടാറ്. ഇത് 3 കൂട്ടിയ 120 ഇത് ഏറ്റവും 115 ആയിരിക്കും. അപ്പോ വളരെ ചെറിയ സംഖ്യകളായിരിക്കും ഉണ്ടാകാം. എത്ര ഡിഗ്രി അറിയില്ല എങ്കിലും ഇതാണ് ഏറ്റവും വലിയ സംഖ്യ. അതുകൊണ്ട് ഇത് വശമാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറിയ വശം ഇതാണ്. ഇതാണ് ഏറ്റവും ചെറിയ കോൺ. അപ്പോ ഏതൊരു ത്രികോണത്തിൽ 3 വശങ്ങൾ തുല്യമാണെങ്കിൽ 3 കോണുകൾ തുല്യമാകും സാമൂഹിക ത്രികോണം. 2 വശങ്ങൾ തുല്യമുണ്ടെങ്കിൽ 2 കോണുകൾ തുല്യമുണ്ടാകും. 3 വശങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ 3 കോണുകളും വ്യത്യസ്ത സംഖ്യകൾ അളവുകളായിരിക്കും. കൂട്ടിയാൽ ഏറ്റവും വലിയ കോണിനെതിരെയുള്ളത് ഏറ്റവും വലിയ വശം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വശത്തിനെതിരെയുള്ളത് ഏറ്റവും വലിയ, ഏറ്റവും ചെറിയ വശത്തിനെതിരെ വരുന്ന ഏറ്റവും ചെറിയ കോൺ, ഏറ്റവും ചെറിയ കോണെതിരെ വരുന്നത് ഏറ്റവും വലിയ ചെറിയ വശം. ഇതാണ് അസമതകൾ. ഓക്കെ, ഇതാണ് ഒരു ത്രികോണം പി ക്യു ആണ്. 3 അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മൾ ത്രികോണം പറയുന്നത്. അപ്പൊ ഓർക്കാം, ഈ വശത്തിന്റെ പേരെന്താ? പി ക്യു. പി ക്യു ആണ് വശത്തിന്റെ പേര് എങ്കിൽ, ത്രികോണം പി ക്യു ആർ അടവാണ്. പി ക്യു ആണ് വശം എങ്കിൽ ഇതിലില്ലാത്ത ത്രികോണം പി ക്യു ആണ്. പി ക്യു ആറിലേക്ക് നോക്കും. പി ക്യു എന്ന വശത്തിൽ എതിരെ വരുന്ന കോണ് ഇതിലില്ലാത്ത അക്ഷരമാണ്. കോൺ ആറായി. പി ആർ എന്ന വശം നോക്കാം. പി ആർ ഇതിന്റെ എതിർവശം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളല്ലാത്ത മൂന്നാമത്തെ അക്ഷരം ഏതാ? ഇതിന് ക്യു ആണ്. ക്യു ആർ എന്ന വശം ക്യു ആർ ഇതിന്റെ എതിർക്കോൺ എന്ന് പറഞ്ഞാൽ ഈ 2 അക്ഷരം അല്ലാത്ത മൂന്നാമത്തെ അക്ഷരം. ഓക്കെ, ഇതാണ് എതിരെ വരുന്ന കോൺ. അപ്പോ ത്രികോണം എ ബി സി, കോൺ സിയുടെ എതിർവശം ഏതാ ചോദിച്ചാൽ ഇതല്ലാത്ത വശം പറയുമ്പോൾ 2 അക്ഷരം പറയും. വശം 2 അക്ഷരം, കോൺ 1 അക്ഷരത്തിലാണ് പറയും. ചില സമയത്ത് നമ്മൾ 3 എണ്ണം പറയും അല്ലെ. കോൺ സിയുടെ എതിർവശം പറയണമെങ്കിൽ സി അല്ലാത്ത ബാക്കി 2 അക്ഷരങ്ങൾ എ ബി ആയിരിക്കും. കോൺ ബിയുടെ എതിർവശം ഏത് ചോദിച്ചാൽ ബി അല്ലാത്ത ബാക്കി ഏതാ? എ സി ആയിരിക്കും. കോൺ എ 2. കോൺ എയുടെ എതിർവശം പറയണമെങ്കിൽ എ അല്ലാത്ത ബാക്കി ഏതാ? അപ്പൊ ഒരു ത്രികോണത്തിലെ വശങ്ങളുടെ നീളം 2 അക്ഷരത്തിൽ പറയും. കോണുകളെ നമ്മൾ സാധാരണ 1 അക്ഷരത്തിൽ, ചിലപ്പോൾ 3 അക്ഷരത്തിൽ പറയും. അപ്പൊ ഇതിലില്ലാത്ത അക്ഷരമാണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ. ഇതിലില്ലാത്ത അക്ഷരം, ഈ കോണല്ലാത്ത, ഈ അക്ഷരമല്ലാത്ത ബാക്കി 2 അക്ഷരങ്ങളാണ് അതിന്റെ വശം. വശം 2 അക്ഷരത്തിൽ പറയാ, കോണ്. ഏറ്റവും വലിയ കോൺ എടുത്താൽ ഏറ്റവും വലിയ വശം ഓപ്പോസിറ്റ് കാണും. ഏറ്റവും ചെറിയ വശം എടുത്താൽ ഏറ്റവും ചെറിയ കോണ്. ഓക്കെ, ഇതാ അടുത്ത പ്രത്യേകത പറയാം. വശങ്ങൾ 8ഉം 9ഉം 6ഉം തുല്യമല്ല, വ്യത്യസ്തങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണ്? ത്രികോണം എക്സ് വൈ സെഡ് 8 9 ആണ്. 9 അല്ലേ? എക്സ് സെഡ് 9 അല്ലേ ഏറ്റവും വലിയ വശം എങ്കിൽ ഇതിനെതിരെ വരുന്ന കോൺ ഏതാ? കോൺ വൈ അല്ലേ? അതല്ലേ എതിർക്കോണ്? കോൺ വൈ ആയിരിക്കും ഏറ്റവും വലിയ. ഏറ്റവും ചെറിയ വശം ഏതാ? 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ കോൺ. ഇത് ഏറ്റവും വലുത്, ഇത് ഏറ്റവും ചെറുത്. അപ്പൊ ഇതിനെതിരെ ഏറ്റവും വലിയ കോൺ, ഇത് ഏറ്റവും ചെറിയ. ഇതാ 8 ആണ്. ഇത് ഏറ്റവും ചെറുതിനും വലുതിനും ഇടയിലാണ്. ഇല്ലോ ഒരു ത്രികോണം. ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണ്? വലിയ കോൺ ഏതാണ്? വശം ഇതാണ് അല്ലേ? വലിയ കോൺ ഏതാ? ഇതിനെതിരെയുള്ള കോൺ. ഇതിൽ ഏറ്റവും ചെറിയ വശം ഏതാണ്? അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ കോൺ ഏതാ? കോൺ. ചോദ്യം ഇല്ല, ഇതിൽ ഏറ്റവും ചെറിയ കോണിന്റെ പേരെന്ത്? കോണ് അളവ് പ്രൊട്രാക്ട് വെച്ച് അളക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ സംഖ്യ നോക്കും. ഇതാണ് ഏറ്റവും ചെറുത്. അപ്പൊ ഏറ്റവും ചെറിയ കോണിന്റെ പേര് കോൺ. ഇതിൽ ഏറ്റവും വലിയ കോണിന്റെ പേരെന്താ? വശം ഇതാണ് വരുന്നത്. അപ്പൊ ഇതാണ് കോൺ എ ആയിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, വലിയ കോണിനെതിരെ വലിയ വശം, അല്ലെങ്കിൽ വലിയ വശത്തിനെതിരെ വലിയ കോൺ. ചെറിയ കോണിനെതിരെ ചെറിയ വശം, അല്ലെങ്കിൽ ചെറിയ വശത്തിനെതിരെ ചെറിയ. അടുത്ത് നോക്കാം, ഒരു ത്രികോണം വരച്ചത് എ ബി സി. നീളങ്ങൾ, വശത്തിന് നീളം അറിയില്ല. ചോദ്യം, ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ വശത്തിന്റെ പേരെന്ത്? ഏറ്റവും ചെറിയ വശത്തിന്റെ പേരെന്ത്? പിന്നെ രണ്ടാമത്തെ വശല്ലേ, അതിന്റെ പേരെന്ത്? ഇതറിയാ, ഇതറിയാ. ഈ കോണുകൂടെ കണ്ടാൽ നമുക്ക് പറയാം. 50ഉം 70ഉം ഈ സംഖ്യ കൂട്ടിയാൽ 150 കിട്ടും. ഇത് കൂട്ടി നോക്കാം, 130 ആണ്. അപ്പൊ നമുക്ക് എത്ര എഴുതാം? 150 ഇത് കുറച്ചാൽ മതില്ലേ? 130 150 തമ്മിൽ കുറച്ചാൽ എത്ര? 50 ഡിഗ്രി. ഏറ്റവും വലിയ വശത്തിന്റെ പേര്, വലിയ കോൺ നമുക്ക് നോക്കാം. അതല്ലേ വലിയ കോണ്. ഏറ്റവും വലിയ വശത്തിന്റെ പേര് ബി സി. ഏറ്റവും ചെറിയ വശത്തിന്റെ പേരോ? ചെറിയ കോണാണ് എ സി. ഇതാണ് ഏറ്റവും ചെറുതും അല്ല വലുതുമല്ലാത്ത രണ്ടാമത്തെ വശം എ ബി. ഇതിൽ ഏറ്റവും വലിയ കോണിന്റെ പേര് 3 കോൺ കണ്ടു കേട്ടോ.
95ഉം 25ഉം കൂട്ടാം 120. അപ്പൊ അത് ബാക്കി 60 വരും. ഏറ്റവും വലിയ കോണിന്റെ പേര് എന്താ? കോണിക്. അപ്പൊ ഏറ്റവും വലിയ വശത്തിന്റെ പേരെന്താ? ഇതിന് ഏറ്റവും ചെറിയ കോണതാ. അപ്പൊ ഏറ്റവും ചെറിയ വശത്തിന്റെ പേര് ഓക്കെ. ഒരു ത്രികോണം 9 cm 6 cm 15. ഇവിടെ 20 26 15 7 9 3. ഇനി ത്രികോണത്തിന്റെ വശങ്ങളുടെ 3 വശങ്ങളുടെ നീളങ്ങളുടെ പ്രത്യേകത. ഈ ത്രികോണത്തിൽ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 6 അല്ലേ? ഏറ്റവും വലുത് ഏതാ? 9. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ അല്ലാത്ത 2 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ചെറിയ 2 സംഖ്യകൾ ഈ ത്രികോണം നോക്കും. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 6. ഇത് അതിനേക്കാൾ വലുത്, ഇത് ഏറ്റവും വലുത്. 3 വശങ്ങളുടെ പ്രത്യേകത. ഏത് ത്രികോണത്തിന്റെയും 3 വശങ്ങളുടെ നീളങ്ങളുടെ പ്രത്യേകത എന്ന് പറയാൻ പോകുന്നത് ചെറിയ 2 നിൽക്കുക. ഇത് ഏറ്റവും വലുത്. ചെറിയ 2 സംഖ്യകൾ കൂട്ടിയാൽ വലിയ വശത്തിന്റെ അപ്പുറത്തായിരിക്കും. ഏതിനും ശരിയാവും. ഓക്കെ, ഇനി അടുത്ത പറയാം. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. ഒരു ത്രികോണം 9 ഉണ്ട് 6 ഉണ്ട് 11 വശം. ഈ വശങ്ങളുടെ പ്രത്യേകത. ഏത് ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾക്കുള്ള പ്രത്യേകത 9 11 6. ഇതിൽ ഏതെങ്കിലും 2 എടുത്ത് കൂട്ടുക. ഏത് 2 എടുത്ത് കൂട്ടുക? ഇത് 2 കൂട്ടുക, അല്ലെങ്കിൽ ഇത് 2 കൂട്ടുക. ഒരു ത്രികോണത്തിന് ഏത് 2 വശങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ആ മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കും. ഇത് 2 കൂട്ടിയേക്കാം 9 6 15 അല്ലെ? ആ ഉത്തരം അതിനേക്കാൾ വലുതാണ്. ഇത് കൂട്ടിയേക്കാം 11 6 17 ഇതിനേക്കാൾ വലുതാണ്. ഇത് കൂട്ടിക്കാം 11 9 20 ഇതിനേക്കാൾ വലുതാണ്. 3 7 9 ഇതിൽ 2 കൂട്ടുക 9 3 12 അല്ലെ? ഇതിനേക്കാൾ വലുതാണ്. ഇത് 2 കൂട്ടിയേക്കാം 10 ഇതിനേക്കാൾ വലുതാണ്. ഇത് കൂട്ടിയേക്കാം 16 ഇതിനേക്കാൾ വലുതാണ്. 20 26 കൂട്ടിയ 46 ഇതിനേക്കാൾ വലുതാണ്. 20 15 കൂട്ടിയേക്കാം 35 അതിനേക്കാൾ വലുതാണ്. ഇനി ഇത് 2 കൂട്ടുക 26 15 കൂട്ടുക 41 ഇതിനേക്കാൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു ത്രികോണത്തിലെയും 3 വശങ്ങളുടെ പ്രത്യേകത ഏത് 2 വശങ്ങളുടെയും തുക മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പോ ഏതെങ്കിലും 3 സംഖ്യകൾ ഇപ്പൊ ത്രികോണം വരച്ചിട്ട് നമുക്ക് അത് നോക്കി. ഓക്കെ, ത്രികോണം വരക്കാതെ 3 സംഖ്യകൾ 7 8 10. ഇഷ്ടമുള്ള 3 സംഖ്യ എടുത്താൽ ത്രികോണം വരക്കാൻ പറ്റിക്കോണമെന്നില്ല കേട്ടോ. ആ 3 സംഖ്യകൾക്കുള്ള പ്രത്യേകത നമ്മളിപ്പോ ഏത് 3 ഈ 3 ഏത് 2 കൂട്ടിയാലും എന്താവും? മൂന്നാമത്തിന്റെ അപ്പുറം പോകുന്നതല്ലേ? അപ്പോ 3 വശങ്ങള് ഒരു ത്രികോണത്തിന്റെ വശങ്ങളാണ്. 3 സംഖ്യകൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാണെങ്കിൽ ആ സംഖ്യകളുടെ പ്രത്യേകത ഇവരെങ്ങനെ കൂട്ടിയാലും ഈ 2 കൂട്ടി അതിനപ്പുറം പോകണം, ഇത് 2 കൂട്ടിയതിനപ്പുറം ഏതെങ്കിലും 2 കൂട്ടിയാൽ അതിനപ്പുറത്ത് പോകണം. എല്ലാത്തിനും ശരിയാണ്. എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ഒരു സംഖ്യ എടുത്താൽ ശരി, ചെറിയ 2 സംഖ്യ കൂട്ടിയാൽ ഇപ്പോ ഇത് 2 കൂട്ടിയാൽ അതിനപ്പുറം, ഇത് 2 കൂട്ടിയതിനപ്പുറം, ഇത് 2 കൂട്ടിയതിനപ്പുറം, അത് ത്രികോണത്തിന് ശരിയാവല്ലോ. അപ്പൊ ത്രികോണം വരക്കാതെ 3 സംഖ്യകൾ തന്നിട്ട് ഇതൊരു ത്രികോണത്തിന്റെ വശങ്ങളാവോ നീളങ്ങളാവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം 2 കൂട്ടുക, അപ്പുറം പോകണം നോക്കുക, പിന്നെ 2ാമത്തെ 3ാമത്തെ കൂട്ടിയതിനപ്പുറം പോകും, പിന്നെ 1ാമത്തെ 3 അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. വലിയ സംഖ്യയും അല്ലേ വലുത്, വലിയ സംഖ്യയും പിന്നെ ഒരു സംഖ്യ കൂട്ടി എന്തായാലും അപ്പുറം പോകും. ഇത് ഓൾറെഡി വലുതല്ലേ, ഇതും കൂട്ടിയതിനപ്പുറം പോകും, ഇതും കൂട്ടിയപ്പോ ത്രികോണത്തിന് ശരിയാവും. ത്രികോണം വരക്കാതെ 3 സംഖ്യകൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാവോ എന്ന് നോക്കാൻ ആദ്യത്തെ 2 കൂട്ടിയിട്ട് 3ാമത്തിന് അപ്പുറം പോകണ്ടോ, 2ാമത്തെ 3ാമത്തെ കൂട്ടി ആദ്യത്തിന് അപ്പുറം പോകണ്ടോ, ആദ്യത്തത് 3ാമത്തെ കൂട്ടി 2ാമത്തിന് അപ്പുറം പോകണ്ടോ 3 പ്രാവശ്യം ചെക്കേണ്ട ആവശ്യമില്ല. അതിലെന്തായാലും ഒരു വലിയ സംഖ്യ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലെ? 3
പോകുന്നില്ലയോ? ആ വലിയ സംഖ്യ നിൽക്കണ്ട, അത് എടുക്കണ്ട. ചെറിയ രണ്ട് സംഖ്യ എടുക്കുക. ചിലപ്പോ ഒരേമാതിരിയൊക്കെ വരുമോ? ചെറിയ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യയുടെ അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ത്രികോണം വരക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. അപ്പുറം പോകണം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടും കാര്യം. അപ്പോ ഇതിലെ ചെറുത് രണ്ടെണ്ണം എടുക്കുക. ത്രികോണം വരച്ചാൽ നമുക്ക് എന്തായാലും അളവുകൾ നോക്കി കൂട്ടിയാൽ ശരിയാവും. ത്രികോണം വരക്കാതെ ത്രികോണം ആവുമോ നോക്കണമെങ്കിൽ ഏതെങ്കിലും എണ്ണമല്ല, ചെറുത് രണ്ടും കൂട്ടുക. ഇത് രണ്ടും കൂട്ടിയൊക്കെ 15, അത് ഇതിനപ്പുറത്താണ്. ഈ രണ്ടെണ്ണം കൂട്ടി എന്തായാലും ശരിയാവും. കാരണം എന്താ, ഈ 10 ഒറ്റയ്ക്ക് 10 വലുതാണ്, 10 തന്നെ ഇതിനേക്കാൾ വലുതല്ലേ. അപ്പൊ വലുതും ഒരു സംഖ്യയല്ല, ചെറിയ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മൂന്നാമത്തിന്റെ അപ്പുറം. ഒരു ത്രികോണം എന്താ ABC, ത്രികോണം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനപ്പുറം നീളങ്ങൾ ഉണ്ടാവും, കോണുകൾക്ക് അളവുണ്ടാവും. 3 കോണം കൂട്ടിയാൽ 180 കിട്ടും. 3 വർഷങ്ങളും കൂട്ടി എത്ര ഡിഗ്രി? അങ്ങനെയല്ല, ഈ 3 സംഖ്യകളൊക്കെ വർഷങ്ങൾ ചെറുതാവുന്നതിനനുസരിച്ച് തുക ചെറുതാവും അല്ലെ. ഇതിനേക്കാൾ ചെറിയ ത്രികോണം വെച്ചു. ഈ 3 സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തേക്കാൾ വലുതല്ലേ ഇത് 3 കൂട്ടിയാ. അപ്പൊ 3 വർഷങ്ങളുടെ തുകകൾക്ക് പ്രത്യേകത, 3 കോണുകളുടെ തുകക്ക് പ്രത്യേകത. എപ്പോഴും കൂട്ടിയ ഡിഗ്രി 180. വർഷങ്ങള് ത്രികോണങ്ങൾ ചെറുതാവും, വർഷം ചെറുതാവും, വർഷം ചെറുതാവും ത്രികോണം ചെറുതാവും, അങ്ങനെയാണ്. എന്നാൽ ഇത് രണ്ടും കൂട്ടിയാൽ ഇതിനേക്കാൾ വലുതായിരിക്കും. ഇത് രണ്ടും കൂട്ടിയാൽ അതിനേക്കാൾ ത്രികോണം ABC യിൽ ഏതൊക്കെ വശങ്ങൾ? AB ഉണ്ട്, BC ഉണ്ട്, AC ഉണ്ട് അല്ലെ. ഇത് രണ്ടും കൂട്ടുക. ആരൊക്കെ? AB യും BC യും കൂട്ടിയാൽ AC യേക്കാൾ വലുതോ? AB പ്ലസ് BC ഏതിനേക്കാൾ വലുതോ? AC യേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഈ തുക വലുതായിരിക്കും ഇതിനേക്കാൾ. ഇത് അത്രയും താഴെ ചെറുതായിരിക്കും. കണ്ടോ, AB പ്ലസ് BC വലുതായിരിക്കും AC യേക്കാൾ. പിന്നെ വേറെ എടുക്കാം, BC യും AC എടുക്കുക. BC പ്ലസ് AC ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം BC AC ഇല്ലാത്ത AB അല്ലേ, ആ ഉത്തരം AB യേക്കാൾ വലുതായിരിക്കും. പിന്നെ ഏതാ? AB യും AC യും കൂട്ടുക. AB യും AC യും കൂട്ടിയെടുക്കുന്ന ഉത്തരം ഇതില്ലാത്ത വശം ഏതാ? BC യേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ഇതിനേക്കാൾ വലുത്. ഏത് ഭാഗത്തോട്ടാണോ കൂർപ്പുള്ളത് അത് ചെറുത്. ഈ ഭാഗം നമ്മുടെ വായ പൊളിച്ചിരിക്കുന്ന ഭാഗം വലുത്. ഈ തുക വലുതായിരിക്കും അതിനേക്കാൾ. ഇത് കൂട്ടിയത് വലുതായിരിക്കും അതിനേക്കാൾ. ഈ തുക വലുതായിരിക്കും അതിനേക്കാൾ. അപ്പൊ അത് ഏത് ത്രികോണം ശരിയാവും? ത്രികോണം PQR ആണെങ്കിലോ ഏതൊക്കെ വശങ്ങൾ? PQ ഉണ്ട്, QR ഉണ്ട്, PR ഉണ്ട് അല്ലെ. PQ യും QR ഉം കൂട്ടിയാൽ അത് PR നേക്കാൾ വലുതായിരിക്കും. PQ യും PR ഉം കൂട്ടുക എങ്കിൽ അത് QR നേക്കാൾ വലുതായിരിക്കും. പിന്നെ ഇത് രണ്ടും കൂട്ടുക. QR ഉം PR ഉം കൂട്ടിയാൽ വലുതായിരിക്കും ഏതിനേക്കാൾ? PQ നേക്കാൾ. ഇത് ത്രികോണങ്ങൾക്ക് ശരിയാവുന്നതാണ്. ത്രികോണം വരച്ചിട്ടൊന്നുമില്ല ഇവിടെ. ആദ്യം 10, 7, 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ഈ 3 അളവുകൾ കൊണ്ട് ഒരു ത്രികോണം നിർമ്മിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇത് ത്രികോണം വരുന്നതിനെ പറ്റി നമ്മൾ വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പറ്റുമോ പറ്റില്ല എന്നുള്ളത്. അത് നമ്മൾ പിന്നെ പറയാം. ഇത് ത്രികോണത്തിന്റെ വശങ്ങൾ ആവണമെങ്കിൽ അതിന്റെ പ്രത്യേകത, ഇതിൽ ഏറ്റവും വലുതേതാ? ഇതല്ലേ. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെറിയ സംഖ്യകളാണ് അല്ലെ. ചെറിയ രണ്ട് സംഖ്യകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വലുതല്ല അല്ലെ. ചെറിയ രണ്ട് സംഖ്യകൾ കൂട്ടുക. കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം അത് വലുതായിരിക്കണം, ഏറ്റവും വലുതിന്റെ അപ്പുറത്ത് പോകണം. 6ഉം 7ഉം കൂട്ടുക എത്ര കിട്ടുക? 13. ആ 13 വലുതാണ് ആരേക്കാൾ? മൂന്നാമത്തെ ആളേക്കാൾ. എങ്കിൽ ഈ 3 സംഖ്യകൾ കൊണ്ട് ത്രികോണം വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും, ത്രികോണമാവും. ഇതിന് നോക്കട്ടാ, 8ഉം 10ഉം 18 വലുതേതാ? ഇത് അവിടെ കിട്ടും. ചെറുതെണ്ണം കൂട്ടാം. 8ഉം 10ഉം കൂട്ടിയാൽ അത് 18നേക്കാൾ വലുതാണ്. രണ്ടും കൂട്ടിയ 18 അല്ലേ. ഇതിനേക്കാൾ വലുതാണോ? അല്ല. ചെറുതല്ലോ, സമല്ലേ, ഒപ്പല്ലേ? പറ്റില്ല. രണ്ടെണ്ണം ചെറുത് രണ്ടും കൂട്ടിയാൽ അത് വലുതായിരിക്കണം ഏതിനേക്കാൾ? 18നേക്കാൾ. ഇത് അങ്ങനെയല്ല. 8 + 10 വലുതല്ല ഏതിനേക്കാൾ? 18നേക്കാൾ. അതുകൊണ്ട് ഈ 3 എണ്ണം കൊണ്ട് നിങ്ങൾ ത്രികോണം വരക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. കാരണം പറഞ്ഞു ഇത് ഏതാ? ചെറുത് രണ്ടാം 9ഉം 9 കൂട്ടിക്കോ. 9 + 3 12 കിട്ടാം. അത് വലുതാണ് 14. ശരിയാണോ? 12 വലുതാണോ? അല്ല. അതുകൊണ്ട് ഇതുകൊണ്ടും എന്ത് പറ്റില്ല, നിങ്ങൾക്ക് ത്രികോണം നിർമ്മിച്ചാൽ അതാ ശരിയ ത്രികോണമാവും. കാരണം ഇതാ നമ്മൾ പറഞ്ഞു ഇതുകൊണ്ട് പറ്റും, ഇതുകൊണ്ട് പറ്റില്ല. ഇത് രണ്ടും കൂട്ടിയാൽ അപ്പുറം പോകുന്നില്ല, ഒപ്പമാണ്. ഇത് രണ്ടും കൂട്ടിയാൽ അപ്പുറം പോകുന്നില്ല, ഇപ്പുറത്താണ് പറ്റില്ല. ഇത് രണ്ടും കൂട്ടിയാൽ അപ്പുറം പോകുന്നില്ല. അതുകൊണ്ട് ഇത് ത്രികോണാവും, ഇത് ത്രികോണം വരക്കാൻ. എന്താണ് ഇത് ത്രികോണം ആവാനും ആവാതിരിക്കാനുള്ള കാരണം? ഇങ്ങനെ ഇതോടെ എങ്ങനെ ത്രികോണം വരക്കാൻ ശ്രമിക്കാമോ? ഏറ്റവും വലിയ വർഷം ഏതാ? അത് ആദ്യം വരക്കും. എത്ര? 10 വരച്ചു.
ഇനി നമുക്ക് 6ഉം 7ഉം ആണ് അല്ലെ. കോമ്പസിൽ 6 എടുത്തിട്ട് നമ്മൾ വരക്കും. കോമ്പസിൽ 6 ശാഖ വരക്കും അല്ലെ. ഇവിടുന്നോ കോമ്പസിൽ 7 കോമ്പസിൽ 7 എടുത്തിട്ട് വരച്ചു. അപ്പൊ ഇത് 6ആണ്, ഇത് 7ആണ്. ത്രികോണം ഇതാ ഇതുകൊണ്ട് വരക്കും. 8, 10, 18 വരക്കാൻ പറ്റില്ല. ഏറ്റവും വലുത് ആദ്യം വരക്കുക. ഏതാ 18. ഇനി ഒരിടത്ത് 8 വരക്കാം. 1, 2, 10 അല്ലേ. നിങ്ങൾ കോമ്പസിൽ 8 എടുത്ത് വരച്ചു. 12, 10 വരച്ചു. ഇവർ തമ്മിൽ കൂട്ടി മുട്ടിയാലല്ലേ വരക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് എന്താ സംഭവിക്കുന്നു? ഇവർ തമ്മിൽ ഇവിടെ കൂട്ടി മുട്ടിയാൽ നമുക്ക് വരക്കാം. പക്ഷേ ഇവർ തമ്മിൽ കൂട്ടി മുട്ടില്ല. അത് അങ്ങനെ വന്ന് കൂട്ടി മുട്ടുന്ന സ്ഥലം എവിടെയാണോ ഇവിടുന്ന് കൂട്ടി. കാരണം ഇത് 8ഉം ഇത് 10ഉം അതിനാണ് കിട്ടും. മൊത്തം 18 സെറ്റ് ആയിക്കല്ലേ. അതുകൊണ്ട് ഇവര് ഈ വരമ്പെന്നാണ് കൂട്ടിമുട്ടുക. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു പൊന്തി വരെ ഉണ്ടാവും. ഇവിടുന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പാടില്ല. അവര് കൂട്ടിമുട്ടുന്ന സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത 14 ആദ്യം വരും. പിന്നെയോ ഒരു 9, ഒരു 3. 9 കോമ്പസിറ്റ് വരച്ചു. ഇവിടുന്ന് 3 എടുത്ത് വരച്ചു. ആ ഒന്നുകൂടി വരണ്ടോ നോക്കിയോ, തട്ടുണ്ടോ ഇവന് ഇങ്ങനെ മടങ്ങും, ഇവന് ഇങ്ങനെ മടങ്ങും. കാരണം ഇത് 9, ഇത് 3ആണ്. 9, 3, 12 ആയിട്ടുള്ളൂ. ഇവിടെ ഗ്യാപ്പ് വരും. അപ്പൊ ശരിക്കും ഇങ്ങനെ വരച്ചിട്ട് ഇവർ തമ്മിൽ ഇവിടുന്ന് എവിടെ കൂട്ടിമുട്ടും. ഈ സ്പേസിൽ എവിടെയെങ്കിലും ഇവിടുന്ന് എവിടെ കൂട്ടിമുട്ടും. ഈ വരന്റെ തട്ടിന് മുമ്പ് എവിടെ കൂട്ടിമുട്ടിയാൽ ത്രികോണം. അപ്പോ ഏത് 3 വശങ്ങൾ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റില്ല? ത്രികോണം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അതിലെ ചെറിയ 2 കൂട്ടിയാൽ വലുതിന്റെ അപ്പുറം. വലുതും പിന്നെ ഒരു സംഖ്യ എടുത്ത് എന്തായാലും ചെറുതിന്റെ അപ്പുറം പോകും. ചെറിയ 2 കൂട്ടിയാൽ വലുതിന്റെ അപ്പുറം പോകും. അപ്പൊ ഏത് ത്രികോണത്തിന്റെ പ്രത്യേകത? 3 വശങ്ങളിൽ ഏത് 2 കൂട്ടിയാലും മൂന്നാമത്തതിന്റെ അപ്പുറത്തായിരിക്കും. ഓക്കെ ഇതാ ഒരു ക്വസ്റ്റ്യൻ. ഒരു ത്രികോണം ഈ വശം നീട്ടി ABC എന്ന ത്രികോണത്തിൽ AC നീട്ടി വരച്ചിരിക്കുന്ന ഈലോട്ട്, AB നീട്ടി വരച്ചിരിക്കുന്ന ഡീലോട്ട്. ഇവിടെ 2 കോണുകളാണ് പറ്റുന്നത്. ഈ കോണിന്റെ പേര് CBD അല്ലെങ്കിൽ DBC. ഇതിന്റെ പേര് BCE. തന്നിരിക്കുന്ന കോൺ CBD വലുതാണ് ആരേക്കാൾ? കോൺ BCE. ഈ കോണ് വലുതാണ് ഇതിനേക്കാൾ. കണ്ടതിനറിയാം അല്ലെ. ഇത് വലുതാണ് അതിനേക്കാൾ എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കരുത്, തെളിയിക്കൽ എന്താ? AB എന്ന വശം വലുതാണ് AC-യേക്കാൾ. AB എന്ന വശം വലുതാണ് AC. ഇതാണ് വലുത്, ഇത് അതിനേക്കാൾ ചെറുതാണെന്ന് തെളിയിക്കണം. കണ്ട് മനസ്സിലായിട്ട് കാര്യം തുടങ്ങാം. നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് ഇതിനേക്കാൾ വലുത് അല്ലെ. ഇത് 2 കൂട്ടി എത്ര കിട്ടാം? ഒരു രേഖയിലെ 2 കോണുകൾ, രേഖീയ ജോഡി എന്ന് കിട്ടുന്നു. ഇത് 2 കൂട്ടിയാലോ 180. ഈ കോണും ഈ കോൺ CBD-യും കോൺ ഇതിന് വരുന്ന CBA കൂട്ടിയാൽ എന്ന ഉത്തരം, ഇതിൽ കൂട്ടിയാൽ എന്ന ഉത്തരവും സമമാണ്. ഏതാ? ഇതിന്റെ ഉത്തരം 180. ഇത് കൂട്ടിയതാ കോൺ BCE-യും കോൺ BCA-യും കൂട്ടിയാൽ ഇത് കൂട്ടിയാലും 180. ഇവരുടെ തുക തന്നെയാണ് ഇവരുടെ തുക അല്ലെ. ആലോചിച്ച് നോക്കാം. ഇത് 2 കൂട്ടിയാലും ഇത് 2 കൂട്ടിയാലും തുല്യം. അപ്പോ ഇതിനേക്കാൾ ചെറിയ സംഖ്യ, ഇതിനേക്കാൾ വലുതാണ്. ഇത് 2ഉം ചെറുതും വലുതും. ഇത് കൂട്ടിയാൽ 180, ഇത് കൂട്ടിയാൽ 180. ഇതിനേക്കാൾ വലുത് ഇതാണ്. എന്നാൽ ഈ പേര് കൂട്ടിയാൽ 180. അപ്പൊ ഇതിനേക്കാൾ വലുത് ഇതാണെങ്കിൽ ഇതിനേക്കാൾ ചെറുതാവണമെങ്കിൽ നോക്കാം. ഇതിപ്പോ 120 ഡിഗ്രിയാണ് കേൾക്കുന്നത്. ഇത് അത്രക്കില്ല, ഇത് 80 ഉണ്ട്. ഇതിനേക്കാൾ വലുതല്ലേ. ഇത് കൂട്ടിയാൽ 180 അല്ലേ. അപ്പൊ 120 കൂടെ ആര് വരണം? ഇത് കൂട്ടിയാൽ 180 അല്ലേ. അപ്പൊ 80 ആര് വരണം? ഇത് നോക്കാം. ഇവർ 2 പുറത്തുള്ള ആളുകൾ, ഇവർ ഉള്ളിലാണ്. പുറത്തുള്ള ആൾ ഇത് ചെറുത്, ഇത് വലുത്. ഇവർക്ക് 180 ആവണം, ഇവർക്ക് 180 ആവണം. ഈ 120 60 ആയാലേ 180 ആവുള്ളൂ. ഈ 80 ആരാവണം? 100 ആവണം. ഇത്രയും കുറവാണ്, ഇവിടെ കുറവാണ്. അപ്പൊ 180 ആകാൻ ഇവൻ കൂടി കൊടുക്കും. ഇവൻ 120 ഉണ്ട്, ഇവനേക്കാൾ, ഇവൻ പുറത്തുള്ള ആൾ ഇവനേക്കാൾ വലുതാണ്. അപ്പൊ 180 ആണെങ്കിൽ ഇതൊന്ന് കുറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇത് ചെറുത്, ഇത് വലുതാവുമ്പോ ഈ ചെറുതിന്റെ ഉള്ളിൽ വരുന്നത് വലുതും വലുതിന്റെ ഉള്ളിൽ വരുന്നത് ചെറുതും. അപ്പോ ഇത് ചെറുത്, ഇത് വലുതാണ്.
അതുകൊണ്ട് ഈ കോണ് വലുതാവും, ഈ കോണ് ചെറുതാവും അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ കോൺ എന്താ? കോൺ എ സി ബി. അതുകൊണ്ട് കോൺ എ സി ബി വലുതാണ് കോൺ എ ബി സി എ. ഇതാണ് വലുത്. വലിയ കോണിനെതിരെയുള്ളത് വലിയ വശം, ചെറിയ കോണിനെതിരെയുള്ളത് ചെറിയ വശം. ഇതിനേക്കാൾ വലുത് ഇതാണ്. ഒഴിവാക്കും. ഇത് ചെറുത്, ഇത് വലുത്. ഇതാണ് വലുത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ വശം ഇത് കൊടുക്കണ്ട കേട്ടോ. ഈ രണ്ടെണ്ണത്തിൽ നോക്കാം. ഇത് വലുത്, ഇത് ചെറുത്. അപ്പൊ ഇതിനെതിരെയുള്ളത് ചെറിയ വശം, ഇതിനെതിരെ വലിയ വശം. ഇതായിരിക്കും വലുത്, ഇത് ചെറുത്. ഏത് വലുതാ? അതുകൊണ്ട് എ ബി വലുതാണ് ആരേക്കാൾ? എ സി യേക്കാൾ. കണ്ട, ഇവരുടെ കോണുകളാണിത്. കോണുകൾ വലുതാവുമ്പോ വശങ്ങൾ വലുതാവും, അല്ലെങ്കിൽ വശങ്ങൾ വലുതാവുമ്പോ കോണുകൾ വലുതാവും. എ ബി വലുതാണ്, എ സി കിട്ടില്ലേ? അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി പറയാം. ഓക്കെ.